ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. ഈശോ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലിയയിലേക്ക് മടങ്ങിപ്പോയി. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഈശോ തൻ്റെ പ്രവൃത്തി മേഖലകളിലേക്ക് മടങ്ങിപ്പോകുന്നത് ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? അവൻ ആത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് കടന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ടായിരിക്കണം. ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ജീവിത മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈശോയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരുന്നു അല്ലേ? പിതാവിനോട് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ സഹായത്താൽ ഓരോ മേഖലകളിലേക്കും അവൻ ഇറങ്ങിച്ചു. അവിടെയൊക്കെ അവന് വിജയം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ നമ്മിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട്, സ്വന്തം കഴിവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവിടെയൊക്കെ നമ്മൾ വീണു പോവുകയാണ്. അവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് പരാജയം മാത്രമാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ ആത്മാവിനോട് പ്രാർത്ഥിക്കേ, ദൈവത്തിൻ്റെ സഹായം നിന്റെ ജീവിതത്തിലുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ഈശോ ഒരു സഹായകനെ നമുക്ക് നൽകുന്നത്. എന്തിനു വേണ്ടിയാ? ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട്, ഈ ലോകത്തിൽ വിജയിച്ചു മുന്നേറണമെങ്കിൽ ഈ സഹായകനെ കൂട്ടുപിടിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അതുകൊണ്ട് ആത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറ്റണം. ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തി മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും ആത്മാവിനോട് പ്രാർത്ഥിക്കണം. ആത്മാവിൻ്റെ സഹായമില്ലാതെ ഇറങ്ങിപ്പോകുന്നിടത്തൊക്കെ പരാജയം ലഭിക്കും. ആത്മാവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. പൈശാചികമായ ശക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ജീവിതത്തിൽ എപ്പോഴും വിജയിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇന്നത്തെ ദിനത്തിൽ നമ്മൾ ആത്മാവിനോട് പ്രാർത്ഥിക്കണം. ആത്മാവേ, നീ എൻ്റെ കൂടെ ഉണ്ടാവണം. നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളെ വരവേൽക്കുവാനായിട്ട്, അത് പഠനമായിക്കൊള്ളട്ടെ, ജോലി മേഖലകളായിക്കോട്ടെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ വെല്ലുവിളികളും ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവയെ അതിജീവിക്കുവാനായിട്ട്, ഈശോയെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ജീവിതത്തിൽ വിജയിച്ചു മുന്നേറുവാനായിട്ട്, വിശുദ്ധിയോടുകൂടി ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.